അമ്മേ ശരണം, ദേവി ശരണം. കമ്മിറ്റിക്കാരോ എവിടെ ഉത്സവം പിടിച്ചാലും തുടക്കം തന്നെ കമ്മിറ്റിക്കാരന്റെ അനൗൺസ്മെന്റാ. ഇതൊന്നും മാറ്റി പിടിക്ക്, റിപ്പിറ്റേഷനാ, ആവർത്തന വിരസത. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാല്ലേ, അതും മര്യാദ തറവാടിത്തം. അമ്മേ ദേവി മഹാമായേ കാത്തുരക്ഷിച്ചേക്കണേ. വീട് പണി പകുതി വരെ ആയിട്ടുള്ളേ. കമ്മിറ്റി ഓഫീസിൽ നിന്ന് കുറച്ച് കാശ് കൂടുതൽ കിട്ടണേ ദേവി. അമ്മേ ഇവിടെ വന്നത് ഒരു സമാധാനവും സന്തോഷം കിട്ടാനാ, അല്ലാതെ മറ്റുള്ളവരുടെ സമാധാനം കെടുത്താനല്ല കേട്ടാ. ഉത്സവത്തിന് വന്ന വെടിക്കെട്ടുകാരനാ, അവന്റെ പ്രാർത്ഥനയും വെടിക്കെട്ടാ. ഇതെന്നെ ഈ കാണിക്കണത്? ഇത് കാണിക്ക സമർപ്പിച്ചത്. എടാ കാണിക്ക സമർപ്പിക്കാനല്ല, അവിടെ കാണിക്കാൻ വേണ്ടി വെച്ചേക്കണം. അതിലായിട്ടുണ്ട്, അല്ലാണ്ട് എന്റെ പോക്കറ്റിലല്ല കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അവിടെ സമർപ്പിച്ചാലും അവസാനം ചെന്നത്ര ഇതിനകത്ത് തന്നെ അല്ലേ. അമ്മേ ശരണം, ദേവി ശരണം, ശാന്തേ വരണം. അന്നദാനത്തിലുള്ള സമയമായിട്ടുണ്ട്. അയ്യോ തെറ്റിപ്പോയി, ശാന്തല്ല ശാന്തി വരണം. അയ്യോ അത് ശാന്തി, ഇത് ശാന്ത എന്റെ പെണ്ണും പിള്ള. അന്നദാനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവളെ വിളിക്കണമെന്ന് പറഞ്ഞാൽ അതാണ് നീ മൈക്കിൽ കൂടി പറഞ്ഞത്. എന്നാ പാഴ്സലും മാത്രം കൂടി എടുത്തോളാൻ പറയാനില്ലേ, ഒരു വെടിക്ക് 2 പക്ഷി. അമ്മേ ശരണം, ദേവി ശരണം. ഭക്തജനങ്ങളെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, വർഷങ്ങളായിട്ട് മുടങ്ങിക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം പൂർവാധികം ഗംഭീരമായിട്ട് നടത്താമെന്ന് ഏറ്റിരിക്കുന്നത് നമ്മുടെ ബോംബെ കുമാരൻ ചേട്ടനാണ്. കുമാരൻ ചേട്ടനും കുടുംബത്തിനും ദേവിയുടെ എല്ലാ അനുഗ്രഹവും ലഭിക്കട്ടെന്ന് ദേവി നാമത്തിൽ അറിയിക്കുന്നു. അമ്മേ ശരണം, ദേവി ശരണം. ആരാ നടത്തണെന്ന് പറഞ്ഞു? കുമാരൻ ചേട്ടൻ. ഏതാ കുമാരൻ ചേട്ടൻ? അയ്യോ കുമാരൻ ചേട്ടൻ അറിയാൻ പാടില്ലേ? ഇല്ല. പുള്ളി ഭയങ്കര സംഭവല്ലേ. അതായിരിക്കും ഈ കുമാര സംഭവം എന്ന് പറയുന്നത്. കുമാര സംഭവമാണോ ശങ്കരാഭരണമാണോ അറിയാൻ പാടില്ല. പുള്ളിയുടെ തൂത്ത കാശാ. തൂത്ത കാശുണ്ടെങ്കിൽ പൂപ്പല കുടിക്കാത്ത വൈനടിക്കാൻ പറ. കേട്ടിട്ടില്ലേ? പായലേ വിടാ പൂപ്പലേ വിടാ എന്നേക്കും വിടാ. നീ ഇങ്ങോട്ട് വാടാ. എന്താടാ പറയടാ. എന്താ നിന്റെ പേരെന്താ പറഞ്ഞു? എന്റെ പേര് പൂത്തിരി പുഷ്കരൻ. പൂത്തിരി പുഷ്കരൻ. സ്നേഹമുള്ളവർ അത് ഷോർട്ട് ആക്കിയിട്ട് പൂപ്പു എന്ന് വിളിക്കൂ. മിസ്റ്റർ പൂപ്പു. എന്നാ കാക്ക? കാക്കയാ? കമ്മിറ്റിക്കാരാ. അപ്പൊ പൂപ്പു ഒരു കാര്യം ചെയ്യണം. ഈ വർഷത്തെ ഉത്സവത്തിന് വെടിക്കെട്ട് കിടുക്കനായിരിക്കണം. വെടിക്കെട്ടിന്റെ കാര്യം എന്നോട് പറയണ്ട. വെടിക്കെട്ടിന്റെ കാര്യം വെടിക്കെട്ടുകാരനുള്ള പിന്നെ ആരക്കാരോട് പോയി പറയാൻ പറ്റുമോ? അയ്യോ അതല്ല, പിന്നെ വെടിക്കെട്ടിന്റെ കാര്യം എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെന്ന്. അങ്ങനെ അതാ പറഞ്ഞത്. പണ്ടൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, വെടിക്കെട്ടുകാരന്റെ പട്ടി ഉടുക്കൊട്ടി പേടിപ്പിക്കരുത്. അയ്യോ അത് ഞാൻ വർഷങ്ങളായിട്ട് കേൾക്കണ പഴഞ്ചൊല്ലല്ലേ. ആ പട്ടി ഏതാ? ഏതാ? എന്റെ വീട്ടിലെ ഗോപി. ഗോപിയാ? പിന്നെ ഗോപിനാഥൻ പിള്ള, ചുരുക്കിയിട്ട് ഗോപി എന്ന് വിളിക്കാൻ പറ്റും. ഈ ഗോപി ഇപ്പൊ എവിടെയുണ്ട്? അത് പിള്ളേര് ഓലപ്പൊട്ടാസ് വെച്ചിട്ട് തോക്കിനകത്ത് പൊട്ടിച്ചതാ. അന്ന് പേടിച്ച് ഓടി നാട് വിട്ടു പോയത് ആ നായിന്റെ പോലെ. ഇതുവരെ എവിടെ പട്ടിയെ കൊണ്ട് ഒരു ഇല്ലില്ല. എന്റെ പൊന്നോ, വഴിപാട് കൗണ്ടർ ഇങ്ങനെ കിടക്കണ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ലേ. അയ്യോ എന്റെ അടുത്തുണ്ട്. എന്ത് സൈക്കിളല്ലേ? സൈക്കിൾ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്താ പറഞ്ഞില്ലേ. ഒരു മനുഷ്യൻ പോലും വഴിപാട് നടത്താനായിട്ട് ഇങ്ങോട്ട് പോയില്ല. അന്നദാനപ്പന്തലാണെങ്കിൽ അന്യായ തിരക്ക്. അതല്ലേ കാലം പോണ ഒരു പോക്ക്. പോത്തിന്റെ പുറത്തല്ലേ കയറൊക്കെ പിടിച്ചിട്ട് എന്ത് കാലം പോണത്? കാലനല്ല കാലം പോണ ഒരു പോക്ക് എന്നാ ഞാൻ. അതാണല്ലേ വഴിപാട് നടത്തുന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടില്ല അറിയാമോ? പിന്നെ ഏതായാലും ഉത്സവമൊക്കെ കുറെ നാളായിട്ട് മുടങ്ങി കിടക്കായിരുന്നില്ല. നീ പിന്നെ മുടക്കാൻ വേണ്ടി വന്നതാണ്? അയ്യോ ഞാൻ മുടക്കാൻ വന്നതല്ല. പിന്നെ നീ ഉടക്കാൻ വന്നതാണ്? ആ ചേട്ടന്റെ വർത്താനം കേട്ട ചേട്ടൻ എന്നോട് ഉടക്കാൻ നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം പറയട്ടെ. എന്താ പറയണ്ടേ? ആദ്യമായിട്ട് ദേവിക്കുള്ള വഴിപാട് ഈ വെടിക്കെട്ടുകാരന്റെ വക ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ വഴിപാട് നടത്താൻ. കന്നി വഴിപാടാണ് വന്നോളൂ. അയ്യോ പറഞ്ഞോ. ഒരു ധാര. അതാരാ? അത് രമണിയല്ലേ? താൻ പറഞ്ഞത് ആരാന്ന്? അത് ഒരു ധാര. ധാര. പിന്നെ ഒരു കൂവളമാല. വെളുപ്പിനെ കൂവുന്നത് മതിയോ? കൂവളതല്ലോ കൂവളമാല. കൂവളമാല. പിന്നെ ഒരു പുഷ്പാഞ്ജലി. ഒരു മുൻവിളക്ക്, ഒരു പിൻവിളക്ക്, ഒരു സെന്റർ വിളക്ക്. സെന്റർ വിളക്ക് മുന്നിലും ഏതായാലും വിളക്കുണ്ടല്ലോ. പിന്നെ സെന്ററിൽ ഇട്ടാവണ്ട, അതും കൂടി കത്തിക്കോട്ടെ. തന്നാ പോരെ. പിന്നെ ഒരു ശത്രു സംഹാരം, ഒരു മൃത്യുഞ്ജയ ഹോമം, ഒരു ജലധാര, ഒരു മരണക്കരുത്, ഒരു മറുകുഞ്ഞാലാട്ടം, ഒരു തത്തമക്കിളി ജോത്സ്യൻ, വെല്ലുമ്മ, ഒരു കിളിപ്പിക്കുത്ത്, വെയിരാജാവി. വെയിരാജാവിയ? നീ എന്തൊക്കെയാണ് പറഞ്ഞു പോണത്? അയ്യോ കമ്മിറ്റി, ഇത് അമ്പല കമ്മിറ്റി ഒക്കെ ആകുമ്പോ ഇതൊക്കെ വേണമല്ലോ, എന്നാലും ഒരു ഓളം ഉണ്ടാവുള്ളൂ. ആ ഒരു ഓളത്തിന് പറഞ്ഞു പോയത്. തലക്കാണ് ഓളം. ഇത്രയും വഴിപാട് മതിയാ? വേറെ എന്തെങ്കിലും വഴിപാട് വേണോ? കൂടിയുണ്ട്. എന്താണ്? ഒരു 75 പാല്. 75 പാലുവാ? ഇവിടെ 100 പാലും അല്ലേ സാധാരണ കഴിപ്പിക്കുന്നത്? ഇപ്പൊ വെടിക്കെട്ടൊക്കെ എല്ലായിടത്തും നിർത്തിയില്ലേ, കയ്യിൽ പൈസ ഉണ്ടാ. അപ്പൊ പൈസ അനുസരിച്ച് 75 പാല് ഇപ്പൊ ചെയ്യാം. ഇവിടുത്തെ പൈസ കിട്ടുമ്പോ അത് 125 പാല് വെച്ചിട്ട് ആ കട അങ്ങനെ ചെയ്താ മതി. അപ്പൊ അത് എഴുതി. പിന്നെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് എഴുതിയിട്ടില്ല. അയ്യോ അതെന്ത് വഴിപാട്? വഴിപാട്. അത് പിന്നെ പേടിക്കണ്ടല്ലോ, അതിനുള്ള സാധനങ്ങളൊക്കെ എന്റെ ഉണ്ടല്ലോ. അത് വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്യാമല്ലോ. അപ്പൊ ഇത്രയും മതിയല്ലോ. പിന്നെ അത് മതി, എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതോട് പിടിച്ചു, എത്ര ഒന്നും ഞാൻ നോക്കില്ല. ഇത്രയും വഴിപാട് നടത്താനായിട്ട് 10 രൂപ. മൃത്യുഞ്ജയ ഹോമം വേണം. ജലധാര അത് വേണം.
മുന്നിലും പിന്നിലും പോരാഞ്ഞിട്ട് നടുക്കും വേണം. എന്തെന്ന്? വിളക്ക്. എല്ലാ വഴിപാടും കൂടി ചെയ്യാനായിട്ട് 10 രൂപ തികയൂലേ? ഇല്ല, മിച്ചമുണ്ട്. ആരാ? മിച്ചമുള്ള കാശ് ഞാൻ കൊടിമരം സ്വർണ്ണം പൂശിക്കോട്ടെ. പൂശണെങ്കിൽ പൂശിക്കോ, പക്ഷെ ഇത് പൂശിയത് പൂത്തിരി പുഷ്കരാണ് അടിയിൽ എഴുതി വെക്കണ്ട. അതില്ല, എഴുതത്തില്ല. എന്താ പ്രശസ്തി എനിക്ക് വേണ്ട. ഓരോരോ നാട്ടിലും ഓരോരോ ആചാരങ്ങളെ. അയ്യോ, ദേ കുമാരൻ ചേട്ടൻ വരുന്നുണ്ടെന്ന്. നീ ഇനി മര്യാദയൊക്കെ നിന്നോണം. പുള്ളിയാണ് ഈ കാശ് മൊത്തം മുടക്കണത്, അതുകൊണ്ടാ. ആ നിന്റെ തിരിയിട്ട് കുത്താനായിട്ട് ഇത് ഇവിടുത്തെ കഥനാക്കുറ്റിയല്ല, ഈ ഉത്സവം നടത്താൻ വന്ന ബോംബെ കുമാരനാണ്. അയ്യോ, കുമാരാ നാം ക്യാ ഹേ? എന്നാന്ന്? എന്റെ പേര് കുമാരൻ ഹും. അയ്യോ, നിങ്ങളെ ഹുമ്മും കോം പൊട്ടിക്കും, ഞാനിവിടെ ടോ പൊട്ടിക്കും. तुमसे मेरा काला पानी नंबर 1 चंद्रकांत दिलवाला देख लिया ले जाएगी. ഈ പുള്ളി ഒടുക്കത്തെ ഹിന്ദിയാണല്ലോ. ആ ഹിന്ദിയാണ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഉണ്ടല്ല. ഇംഗ്ലീഷ് ആണെന്നെങ്കിലും പറയായിരുന്നു. ए कमिटी भाई, എന്താ പോയി? बैठे बैठे എന്നാന്ന്? इरिके ഇരിക്കാൻ सारे जहां से अच्छा हिंदुस्तान हमारा हमारा. ഇതെന്നെ ഈ പറഞ്ഞു പോണത്. ഒന്നുമില്ല, ബോംബെയിൽ ഇവിടെ വരെ വന്നാൽ എന്തെങ്കിലുമൊക്കെ പറയണ്ട. അത് പറഞ്ഞ ഒരു കാര്യമില്ല. പിന്നെ നമ്മുടെ ഈ വെടിക്കെട്ടും നമ്മുടെ ഈ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ടാണ് പോണത്. സൂപ്പറാണ്. സൂപ്പറായിട്ടാണ് പോണത്. പിന്നെ 7 ദിവസമാണ് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം. അതെ, ഈ 7 ദിവസം നമുക്ക് പ്രസാദ കൂട്ട് നടത്തണം. അതെന്നെ മെന കേട്ട പരിപാടി. അത് 7 ദിവസം ഈ പ്രസാദം മാത്രം ഉണ്ടാ മതിയോ? ഇവിടെ ഓടിപ്പഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് വിശപ്പുണ്ടാവുന്നില്ലേ? ഞാൻ പുള്ളിയുടെ 10 പോയുള്ള വയറുണ്ട് അറിയാം. പെരുങ്കാലം സാറേ, പ്രസാദ കൂട്ടുകൊണ്ട് അന്നദാനം. ഓ, അന്നദാനം. ആ. അന്നദാനം മഹാദാനം. അത് തിന്നു കഴിഞ്ഞാലുള്ളൊരു സമാധാനം. ഇതെന്നാ സംഭവം അറിയാമോ? ഞാൻ ബോംബെയിലാണല്ലോ, അവിടെ ചാവലില്ലല്ലോ. അവിടെ എന്താ കാലില്ലേ? എടാ മൃഗാലം അതല്ല, ചാവലെന്ന് വെച്ചാ അരി അരി. അവിടെ ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെയാണല്ലോ. ബോംബെയിൽ പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അറിയാം? ചെറിയ സപ്പോർട്ട് സപ്പോർട്ട് പറഞ്ഞാടാ. പിന്നെ എന്റെ ദൈവമേ, ഒന്നും പറയണ്ട. ഞാനുണ്ടല്ലോ അവിടുന്ന് ലീവ് എടുത്തിങ്ങോട്ട് പോന്നേക്കണത്. എത്ര ദിവസം ലീവ് ഉണ്ട് മൊത്തം? എനിക്ക് എത്ര ദിവസം ലീവ് ഉണ്ടെന്ന് വെച്ചാൽ 1 2 3 4 5 7 8 അങ്ങനെ ഒരു 8 ദിവസം ലീവ് ഉണ്ട്. പിന്നെ തേടൊക്കെ അങ്ങനെ എല്ലാവരുടെയും കിട്ടും ഒരു 5 ദിവസം. അപ്പൊ 8 5 13 ദിവസം എനിക്ക് ലീവ് ഉണ്ട്. ലീവ് ഉണ്ട്. അപ്പൊ നമുക്ക് ഉത്സവമൊക്കെ അടിച്ചൊക്കെ പൊളിക്കാം. എല്ലാവരും മനസ്സിലായില്ല. ഇല്ല, ആരാണ്? ഞാൻ വെടിക്കെട്ടുകാരൻ, പൂത്തിരി പുഷ്കരൻ. നിങ്ങൾ പൊട്ടിക്കണ്ട, ഞാൻ പൊട്ടിക്കോളാം. ഹമ്മും കുമ്മും മാത്രം നിങ്ങൾ പൊട്ടിച്ചാൽ മതി. അപ്പൊ വാണം വെച്ച് കുത്തി കണ്ണുള്ള പൊട്ടിച്ചാണല്ലോ. ഇതെന്നത്? അയ്യോ, ഇത് മനസ്സിലായില്ലേ? ഇത് ഞാൻ ഇവിടുത്തെ വെറൈറ്റിക്ക് വേണ്ടി ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയ 2 വാണങ്ങളാ. എലിവാണും പൂച്ചവാണും. എലിയും പൂച്ചാന്നൊക്കെ കേട്ടിട്ടുണ്ട്. എലിവാണോ പൂച്ചവാണോ? അല്ലെ ഇത് രണ്ടും ഒരുപോലെയുള്ള എങ്ങനെ തിരിച്ചറിയാം? അതെ, ഇത് നമ്മൾ ഒരുമിച്ചിട്ടാണ് കത്തിച്ചു വിടുന്നത്. അപ്പൊ ആദ്യം തന്നെ ജീവനും കൊണ്ട് ഓടി പാഞ്ഞു പോണത് എലിവാണം. അതിന്റെ പുറകെ നിന്നെ കൊല്ലോടെ നാറിയെന്ന് പറഞ്ഞ് ഓടിച്ചിരുന്നത് പൂച്ചവാണം. ഇത് പക്ക വെറൈറ്റിയാ. പക്ഷെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഇതല്ല വേണ്ടത്. ഇവിടുത്തെ സ്പോൺസർ ഞാനാണല്ലോ. അപ്പൊ ഈ അമിട്ട് പൊട്ടാതെ എടുത്ത് മേളിൽ എഴുതി കാണിക്കണം, സ്പോൺസേർഡ് ബൈ ബോംബെ കുമാരൻ. അങ്ങനെ എഴുതി കാണിക്കാൻ വല്ല വകുപ്പുണ്ടോ? ഒരു വഴിയുണ്ട്. എന്നാ? ഈ വെടിക്കെട്ട് നടക്കുമ്പോ കമ്പപ്പുര സൈഡിൽ വന്ന് നിന്നാ മതി. അപ്പൊ പേര് വരും. മേളിലല്ല, പത്രത്തില് പടവും വരെ ഇളിച്ചിരിക്കണത്. അല്ലെങ്കിൽ എനിക്കറിയാം ഈ വക വെറൈറ്റി ഒന്നും ഇവിടെ നടക്കൂല. അതൊക്കെ നമ്മുടെ ബോംബെയില് അവിടെ കേട്ടില്ല, വെടിക്കെട്ട് കംപ്ലീറ്റ് കറണ്ടിലല്ലേ? അറിയാലേ? വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ അവിടെ? പിന്നെ നേരത്തെ പറഞ്ഞു സപ്പോർട്ട് ആടാ. അപ്പൊ ഇല്ല, എന്റെ ദൈവമേ, എന്നറിയാൻ പാടില്ല. ദുനിയാ ഹസീനൊക്കെ മേലൊക്കെ ഭയങ്കര വേദന വണ്ടിയിൽ ഇരുന്നിട്ട്. അപ്പൊ അന്തർസേക്ക് ബാഹർ എന്താ സാറേ? അന്തസ്സായിട്ട് ബാറി പോയിട്ട് 2 ഇട്ട് വെച്ചങ്ങോട്ട് വരാം. സാറിനെ പോലുള്ള ആള് ബാറിപ്പോയി അടിക്കുന്നൊക്കെ പറഞ്ഞത് മോശമല്ലേ? പിന്നെ ബോംബെ കുമാരൻ ചേട്ടൻ വന്നിട്ട് ബാർ ഇങ്ങോട്ട് വരാം. ചേട്ടാ അടിക്കാൻ പോയി, ചേട്ടാ അടിക്കാൻ പോയി, ചേട്ടാ ബാർ ഇങ്ങോട്ട് വരുമോ? ഉത്സവം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോയി അടിക്കാം. പക്ഷെ എന്നാൽ ഈ കാശൊക്കെ ചെലവാക്കണല്ലോ, ആകെ ടെൻഷനാ എനിക്ക്. ഞാൻ ഒരു സിഗരറ്റ് അങ്ങോട്ട് വലിച്ചേക്കാതായി. ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കരുത്. ഇവിടെ നിന്ന് വലിക്കരുതല്ലേ? ഇവിടുന്ന് വലിക്കരുത്. ഇത് ഇവിടെ നിന്ന് വലിച്ചെങ്ങനെ ഉണ്ടാവും? അതല്ല പറഞ്ഞു, ഈ അമ്പല കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് വലിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. എടാ ചെറുക്കാ, ഇത് നിങ്ങളെ പോലെയുള്ള ഇന്ത്യൻ സിഗരറ്റ് അല്ല. അത് അല്ലേ? ഇത് ബോംബെ സിഗരറ്റ് ആണ് കേട്ടോ. ബോംബെ സിഗരറ്റാ? ഇതിനെന്താ ഇത്ര വലിയ പ്രത്യേകത? അതായത് ബോംബെയിലൊക്കെ നമ്മുടെ ഇന്ത്യയിലൊക്കെ സിഗരറ്റിന്റെ പുറയിലാണല്ലോ പഞ്ഞി. പക്ഷെ ബോംബെയിൽ അങ്ങനെയല്ല, മുമ്പിലാണ് പഞ്ഞി. പിന്നെ അങ്ങനെ കത്തിക്കും?
കത്തിക്കാൻ നേരത്തെ ഇങ്ങനെ തിരിച്ചു വെച്ച് കത്തിച്ചായോ ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞു ഇരിക്കുവായിരുന്നു. എന്താ വെറുതെ തിരിച്ചേക്ക് കത്തിക്കാൻ. തിരിച്ചു വെച്ച് നീ നിന്റെ കിളിപ്പടക്കാട് കത്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും സാറേ വലിക്കുന്നു ഇവിടെ നിന്ന് എന്തായാലും സിഗരറ്റ് വലിക്കണ്ട. നിങ്ങളൊരു മാതൃക. ഓ മേ മാതൃക കുമാരൻ. പിന്നെ ചേട്ടനെ ഇത് ബോംബെക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഇവിടെ തട്ടം തിരിഞ്ഞ് നടന്നാണല്ലോ. ഇത്ര പെട്ടെന്ന് പണക്കാരനാവാനൊരു കാരണം സീക്രട്ടൊക്കെ ഉണ്ട്. എനിക്ക് അവിടെ മയക്കുമരുന്നിന്റെ പരിപാടിയാ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ ഭയങ്കര സെറ്റപ്പാ. അതെ പോലീസൊക്കെ പിടിക്കാറുണ്ട്. അതെ പോലീസ് പിടിച്ചിട്ടുണ്ടോ? പക്ഷെ ഇതുവരെ മയക്കുമരുന്നിന് എന്നെ പോലീസ് പിടിച്ചിട്ടില്ല. എന്താ അത് വേറെ സംഭവം. വാ 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 വാ. വൈകിട്ടോ ബൈഠിയേ. ഈ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മറ്റേ മോഹൻലാൽ ഒഴിപ്പിച്ച മറ്റേ ചേരിയല്ലേ ധാരാവി? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. സത്യം കേട്ടു. കേട്ടിട്ടുണ്ട് ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. അരവിന്ദ് സ്വാമിയുടെ പടമല്ലേ? പോയി വീടിനങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? മറ്റേ റാവുത്തരം ടീം ഒഴിപ്പിക്കാൻ നോക്കിയ ആ സ്ഥലമല്ലേ? കേട്ടിട്ടുണ്ട്. സകലമാന സിനിമയും കണ്ട് കഥയൊക്കെ മനസ്സിലേക്ക് വെച്ചേക്കല്ലേ എന്റെ ചെങ്ങാതി. അങ്ങനെയാണെങ്കിൽ ഈ ധാരാവിയുടെ അടുത്തുള്ള ലക്ഷം വീട് കോളനി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അങ്ങനെ ഒരു കോളനി അവിടെ ഇല്ല. അല്ല ഇപ്പൊ ഇല്ലാന്ന്. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ ലക്ഷം വീട് കോളനി എന്ന് പറയുമ്പോ മൊത്തം ഇവര് എത്ര വീടുകൾ കാണും? 3-5 വീടുണ്ടാവും. എന്നാ പിന്നെ ലക്ഷം ഒഴിവാക്കിയിട്ട് 3-5 വീട് കോളനി കിട്ടാ പോരെ? അങ്ങനെ പറയില്ല. ഞങ്ങളെ പടക്കാരെ എല്ലാം ലക്ഷം ചേർത്തല്ലേ പറയുള്ളൂ. കേട്ടിട്ടുള്ള 5 ലക്ഷം 10 ലക്ഷം 50 ലക്ഷം. പിന്നെ ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ട്, ലക്ഷദ്വീപ്. അടിച്ചു വിളിക്കാം. പിന്നെ ഇന്ന് വൈകിട്ട് എന്റെ വക ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ, ലക്ഷാർച്ചന. അപ്പോ ഈ ലക്ഷം വീട് കോളനി ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു പൂ വിളക്കുന്ന ലാഘവത്തോടെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഈ ഞാൻ. എങ്ങനെയാണോ? ആ ലക്ഷം വീട് കോളനിയിലെ വാട്ടർ ടാങ്കില് മൊത്തം വിമ്മ അങ്ങോട്ട് കലക്കി ആൾക്കാരുടെ വയറ് കംപ്ലീറ്റ് ഒഴിഞ്ഞ് ആകെ നാശായി പോയില്ലേ. എന്നിട്ട് ആ ടാങ്കിന്റെ മുകളിൽ നിന്ന് താഴെ എത്തണേക്കുമ്പോ പോലീസുകാർ പിടിച്ചോണ്ട് കൂമ്പിന് നല്ല അയ്യോ ചേട്ടൻ അതോലോകം എന്നൊക്കെ പറഞ്ഞിട്ട് കരോട്ടം കളിയിലൊക്കെ അറിയാൻ പറ്റുമല്ലോ. ചേട്ടന് കരോട്ടം എന്തെങ്കിലും എടുക്കാറില്ലേ? ശ്വാസം എടുക്കാൻ പറ്റിയില്ല. പിന്നെ കരാട്ടെ ചേട്ടൻ ഒഴിപ്പിച്ചു വിട്ട് മറ്റുള്ളവര് വേറെ എവിടെയോ കൊണ്ട് ഒഴുക്കി വിട്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള എന്നൊക്കെ പരിപാടിയുള്ള കളർഫുള്ളിന് വേണ്ടിട്ട് ഞാൻ ഇത്തോടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വനിതാ ശിങ്കാരി മേളമാണ്. ശിങ്കാരി മേളം അറിയാൻ സാറിന്? ഇല്ല, ബോംബെയിലൊക്കെ ചിയർ ഗേൾസ് ആണല്ലോ. ഓ നേരത്തെ പോലെ സപ്പോർട്ട് അല്ല നീന മെമ്പറായോ? നീ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിന്റെ പേരിട്ടുള്ളൂ. അതോ ഈ വനിതാ ശിങ്കാരി വേള സാറിന് അറിയാൻ പാടില്ല. ഇല്ല. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികള് നല്ല സെറ്റ് സാരിയൊക്കെ അങ്ങോട്ട് ഉടുത്ത് നല്ല മുല്ലപ്പൂവൊക്കെ ചൂടി ചെണ്ട ഇങ്ങനെ തോളത്ത് തൂക്കിയിട്ട് ഇങ്ങനെ നല്ല രസമുണ്ട്. അപ്പൊ ശിങ്കാരി മേളം ശിങ്കാരി മേളം ഓക്കെ ഫിക്സ് ആണ്. എവിടെയുണ്ടെന്ന് വെച്ചാൽ കൂട്ടുകാരെ ശിങ്കാരി മേളം ശിങ്കാരി മേളം വേണ്ട. അതിന് വേണ്ടത് ദൂർത്ത് ചെലവാണ്. ശിങ്കാരി മേളമൊന്നും വേണ്ട. അമ്പലത്തിൽ കത്തിക്കാനുള്ള ചന്ദനത്തിരിയും തിരിയൊക്കെ എന്തിയെ? അയ്യോ, ഒരു കെട്ട് ചന്ദനത്തിരി കൊണ്ട് ഞാൻ ശ്രീകോളിന്റെ അവിടെ വെച്ചതാണല്ലോ. ചന്ദനത്തിരിയാണോ ഒരു കെട്ട്? ഞാനെടുത്ത് കത്തിച്ചു കളഞ്ഞു. തിരി എവിടെ കണ്ടാലും ഞാൻ കത്തിക്കാം. ചന്ദനത്തിരി ആണെങ്കിലും ശരി, ചക്കത്തിരി ആണെങ്കിലും ശരി. പിന്നെ ആ തിരി എവിടെന്നോ വാങ്ങിച്ചത്? അത് തമ്പിയുടെ കടയിൽ നിന്ന്. നല്ല തിരിയാണ് കേട്ടോ. എന്റെ വെടിക്കെട്ട് പോലെ കത്തിച്ചപ്പോ തീയുണ്ട് പുകയുണ്ട് ഒച്ചയില്ല. അയ്യോ ഞാൻ വെടിക്കെട്ടുകാരൻ. ഇവിടെ എന്തിനാ വെടിക്കെട്ടുകാരന്റെ ആവശ്യകത? അതറിയില്ലേ? 5 ലക്ഷം രൂപ കൊടുത്തിട്ട് കുമാരൻ ചേട്ടൻ ഇവിടെ വെടിക്കെട്ട് വാങ്ങിച്ചു വെച്ചാക്കല്ലേ കളർഫുൾ ആക്കാൻ. പിന്നെ 5 ലക്ഷം രൂപയുടെ വെടിക്കെട്ടല്ലേ ഇവിടെ അറേഞ്ച് ചെയ്തേക്കണ്ടോ? വെടിക്കെട്ട് വേണ്ട. വെടിക്കെട്ട് വേണ്ട. അയ്യോ 5 കൊല്ലം മുമ്പ് ഇവിടെ വെടിക്കെട്ട് നടത്തിയോണ്ടാ ഇവിടുത്തെ ഉത്സവം നിന്ന് പോയത്. ഈ ഉത്സവം നിൽക്കാനുള്ള പരിപാടിയാണോ കുമാര? നീ ആ വെടിക്കെട്ട് നടത്തുന്ന പൈസ കൊണ്ട് 2 പെൺപിള്ളേരെ കെട്ടിച്ചുവിട്. അതിന്റെ പുണ്യം നിനക്ക് കിട്ടും. ഇങ്ങനെയുള്ള ദൂർത്ത ചെലവുകളൊക്കെ. പിന്നെ കുമാരനോടൊരു കാര്യം ബോധിപ്പിക്കാനാണോ? ശ്രീകോവിലിൽ നെറ്റ് കിട്ടുന്നില്ല. ഒരു വൈഫൈ അങ്ങ് സെറ്റ് ചെയ്യണം. എന്റെ വൈഫിനെ മതിയോ? ഏത് ശാന്തയോ? വൈഫും വേണ്ട, വൈഫൈയും വേണ്ട. ദേവിയേ ഒരു ചെലവില്ലാത്ത കാര്യം പുള്ളി പറഞ്ഞിട്ട് ഇതേതാ നീ പുള്ളി? ഞാൻ പറയണത് മേലെയാണല്ലോ ഒക്കെ പറയണേ. ആ പുള്ളിയാണ് ഇവിടുത്തെ മേൽശാന്തി. അതല്ല മേലെ പറയണത്. മേൽശാന്തിയാണോ? മേൽശാന്തി ആയാലും കീഴ്ശാന്തി ആയാലും പുള്ളി പറഞ്ഞ കാര്യം കറക്റ്റാ. കാരണം ഞാൻ ബോംബെയിൽ ഈ കള്ളക്കടത്തും കൊലപാതകം ചെയ്ത് ഒരുപാട് പാപം മരിച്ചു കൂട്ടിയാണ്. ഇതിന്റെയൊക്കെ ഒരു പരിഹാരമായിട്ട്
ഞാൻ 2 പാവപ്പെട്ട പിള്ളേരുടെ കല്യാണം അങ്ങോട്ട് നടത്തി വിടാം. അപ്പൊ നമുക്ക് ഈ തവണ വെടിക്കെട്ട് വേണ്ട. വെടിക്കെട്ട് വേണ്ട. വാ, കുഴപ്പമില്ല, വെടിക്കെട്ട് നിർത്തിയത് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സന്തോഷായില്ലേ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. നിങ്ങളുടെ ഉത്സവം മാത്രമല്ല, ഇത് നമ്മുടെ കൂടെ ഉത്സവമല്ലേ. വെടിക്കെട്ട് വേണ്ട. സന്തോഷായില്ലേ? പിന്നെ ഹാപ്പി എനിക്ക് തിരുവാളിന്റെ അത് പോരാ. ആ കാര്യം ഒന്നുകൂടെ അനൗൺസ് ചെയ്തേക്കാം. ഹലോ 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 മൈക്ക് ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന വെടിക്കെട്ട് വഴിപാട് ഇവിടെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എല്ലാ ഭക്തരും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വെടിക്കെട്ടില്ലാന്ന് വെച്ച് നിങ്ങൾ പേടിക്കണ്ട. ഈ സമയത്ത് തിരുവനന്തപുരം ശ്രീ രാജരാജേശ്വരി കോമഡി സംഘം അവതരിപ്പിക്കുന്ന ചിരിമുരുകൻ കോമഡി ഷോ ഉണ്ടായിരിക്കുന്നതാണ്. താലപ്പൊലി കാര്യങ്ങളൊക്കെ ക്ഷേത്രാങ്കണത്തിലേക്ക് പോരാൻ പറഞ്ഞോട്ടെ. ആൾക്കാരോട് വരാൻ പറ, കേറി വരാൻ പറ. പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ താലപ്പൊലി ക്ഷേത്രാങ്കണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എല്ലാവരും താലപ്പൊലി ഏറ്റിക്കൊണ്ട് തന്നെ ക്ഷേത്രാങ്കണത്തിലേക്ക് കടന്നിരിക്കുന്നതാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. അമ്പലപ്പറമ്പിൽ പെൺപിള്ളേരെ നോക്കുന്ന പൂവാലന്മാരെ നോക്കാൻ നിർത്തിയിരിക്കുന്ന പോലീസുകാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെ മാറ്റാൻ ഞങ്ങൾ ഈ പട്ടാളത്തിനെ വിളിക്കണോ? അയ്യോ, ഇത്രയും പൊട്ടുന്ന പോലെ ഇനി പൂത്തിരിയും കത്തിക്കണ. അതല്ല, വെടിക്കെട്ടുകാരെ പൂത്തിരി എവിടെ? എടാ പൂത്തിരി, തന്നെ കാണുന്നേ. എന്താ വെടിക്കെട്ട് നമ്മളിവിടെ വേണ്ടാന്ന് വെച്ചതല്ലേ? പിന്നെ നീ പൊട്ടിച്ചെന്തിനാ? അയ്യോ, ഞാനതിന് വെടിക്കെട്ട് നടത്തിയിട്ടില്ല. പിന്നെ പിന്നെ ഇവിടെ വെടിക്കെട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ 5 ലക്ഷം രൂപ കൊടുത്ത വെടിക്കെട്ടൊക്കെ വേസ്റ്റ് ആയില്ലേ? ആ വേസ്റ്റ് ഒക്കെ കൂടി വാരിക്കൂട്ടി പറമ്പിലിട്ട് കത്തിച്ചതാ. കത്തിത്തീർന്ന് കാണുമോ? നിന്നാ തീയൊക്കെ എടുത്ത് ഇടാനാ. അയ്യോ